Good morning all. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് 3 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ടൈപ്പായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദെൻ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പ്രോബ്ലംസൊക്കെ ചെയ്തു, ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 1-ലെ 5ാമത്തെ ലെക്ചറാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധമുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിലും 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുപോലെ തന്നെ 2 ഔട്ട്കംസ് ആണ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവുള്ളൂ. Okay, so it is related with binomial distribution and often used by statisticians as a complement to binomial distribution. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ കോംപ്ലിമെൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ചില സമയത്ത് നമുക്ക് ഈ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് കൂടുതൽ നല്ല ഡിസിഷൻസ് എടുക്കാനും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനും സഹായിക്കും. ഓക്കെ, there are 2 main differences between binomial distribution and hypergeometric distribution. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഡിഫറൻസ്, ബേസിക്കലി 2 ഡിഫറൻസ് ഉള്ളത്. അതിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ്, the trials are not independent of each other in hypergeometric distribution, whereas the trials are independent to each other in binomial distribution. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് ഓരോ ട്രയലും എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഇവിടെ പക്ഷേ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ പക്ഷേ നമ്മുടെ ട്രയൽസ് എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡിഫറൻസ് ഒന്നാമത്തെ പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ പോയിന്റ് ഉള്ളത് കൊണ്ടാണ് സെക്കൻഡ് പോയിന്റ് ഉണ്ടാവുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ചേഞ്ചസ് ഫ്രം ട്രയൽ ടു ട്രയൽ. കാരണം ഇൻഡിപെൻഡൻ്റ് അല്ലാത്തത് കൊണ്ട് പ്രോബബിലിറ്റി ചേഞ്ചസ് ഫ്രം ട്രയൽ ടു പ്രോബബിലിറ്റി ഫോർ സക്സസ് ചേഞ്ചസ് ഫ്രം ട്രയൽ ടു ട്രയൽ. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണ്. നമ്മളൊരു 10 പ്രാവശ്യം ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ഹെഡ് വരുന്നുണ്ടെന്നാണ് നോക്കണത്. അത് നിങ്ങൾക്കറിയാം, അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. കാരണം ഓരോ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യണതും രണ്ടാമത്തെ പ്രാവശ്യത്തെ കോയിൻ ടോസ് ചെയ്യണതും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തെ ഹെഡോ ഫെയിലോ കിട്ടുന്നത് ഒന്നാമത്തെ പ്രാവശ്യം ഹെഡോ ടെയിലോ കിട്ടിയതിന് എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുന്നത് ഒന്നാമത്തെ പ്രാവശ്യത്തിൻ്റെ റിസൾട്ട് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് അല്ല. അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. കാരണം ഓരോ ട്രയലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മോട് എത്ര പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്താക്കും, 10 പ്രാവശ്യം അല്ലെങ്കിൽ 20 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ബൈനോമിയൽ എടുക്കും. ഇനി അതല്ല, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഒരു ടൈം ഇൻ്റർവെല്ലോ സ്പേസ് ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ ഇടയിലാണ് കാര്യങ്ങൾ പറയണതെങ്കിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലും ആൻഡ് അലോങ് വിത്ത് ദാറ്റ് അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണെങ്കിലും, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എത്ര തന്നെ നമ്പറൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സക്സസ് റേറ്റ് 0.05 നമ്പർ ഓഫ് ട്രയൽസ് 0.20 മേലെയാണെങ്കിൽ എന്നാണ് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പകരം പോയിസോൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉപയോഗിച്ചത് നിങ്ങൾക്കറിയാം. ഓക്കെ, പക്ഷേ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത, ഒരു ട്രയല് രണ്ടാമത്തെ ട്രയലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ട്രയൽസുകൾ എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 2 ബോക്സ് എടുത്തു, 2 ബോക്സസ്. അതിൽ 2 ബോക്സിൽ നമ്മൾ കുറേ ബോൾസുകൾ വെച്ചു. അല്ലെങ്കിൽ ഒരു ബോക്സ് എടുത്തു, ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ 2 കളറിൽ അല്ലെങ്കിൽ 3 കളറിലൊക്കെ ഉള്ള
ബോൾസുകൾ വെച്ചു. ഇപ്പോൾ വൈറ്റ് കളറിലുള്ള ബോൾ ഒരു 10 എണ്ണം, ബ്ലാക്ക് കളറിലുള്ള ബോൾ ഒരു 10 എണ്ണം, റെഡ് കളറിലുള്ള ബോൾ ഒരു 10 എണ്ണം, അങ്ങനെ 30 ബോൾസ് നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു ബോൾ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബീയിങ് എ റെഡ് ബോൾ. അത് നമ്മളൊരു ബോൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് ബോൾ ആയിരിക്കാനുള്ള സാധ്യത എത്രയാണ് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും. എന്താണ്? ടോട്ടൽ 30 ബോൾസ് ഉണ്ട്, അതിൻ്റെ അകത്ത് റെഡ് ബോൾ 10 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മളൊരു 30 ബോൾസിൻ്റെ അകത്തുനിന്ന് 10 റെഡ് ബോളുള്ള ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുമ്പോൾ റെഡ് ആവാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും 10/30 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ആണ്. നമുക്കൊരു സംശയമില്ല. പക്ഷെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇഫ് യു ആർ ടേക്കിംഗ് ദ ബോൾ ഇൻ ദ സെക്കൻഡ് ടൈം, നിങ്ങൾ ആദ്യൊരു പ്രാവശ്യം ഒരു ബോൾ എടുത്തു, അത് റെഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കളർ ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾക്ക് റെഡാണ് കിട്ടിയതെന്ന് വിചാരിച്ചോ. എന്നിട്ട് രണ്ടാമത്തെ ട്രയലിൽ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബീയിങ് റെഡ് ബോൾ. അഗെയിൻ റെഡ് ബോൾ ആയിരിക്കാം, രണ്ടാമത്തെ ട്രയലും റെഡ് ബോൾ ആയിരിക്കാനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കണത്. അപ്പം നിങ്ങൾക്ക് വീണ്ടും എന്ത് പറയാൻ പറ്റൂല? ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതിന് നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. എന്താണോ ചോദ്യം? വെദർ ദാറ്റ് റെഡ് ബോൾ ഈസ് റീപ്ലേസ്ഡ് ഓർ നോട്ട്. അപ്പോൾ റീപ്ലേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ നോക്കണം, റീപ്ലേസ്മെന്റ് ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതെന്താവും? 30 ബോളാവും, 10 റെഡ് ബോളാവും. റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിലോ അത് 29 ബോളും, ടോട്ടൽ 29 ബോളും 9 റെഡ് ബോളുമാണ്. ആദ്യം കിട്ടിയത് റെഡ് ആണെങ്കിൽ ഓക്കെ 9 റെഡ് ബോളുമാണ് ഉണ്ടാകുക. അപ്പോൾ രണ്ടാമത്തേൻ്റെ റിസൾട്ട് ഒന്നാമത്തെ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. ഇഫ് യു ആർ നോട്ട് റീപ്ലേസിങ് ഇറ്റ്, അത് ഇൻഡിപെൻഡൻ്റ് അല്ല, റിസൾട്ട് വിൽ ബി ചേഞ്ച്ഡ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി, അതാണ് സക്സസ് പ്രോബബിലിറ്റിയിൽ മാറ്റം വരുമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലായല്ലോ. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റുകളുള്ള കേസുകളാണെങ്കിൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പോലും നമ്മൾ അതിനെന്താ പറയുക? ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇത്തരം കേസുകളിലാണ് ഈ പറഞ്ഞ 2 കേസുകളിൽ ഒന്ന് ട്രയൽസുകൾ എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ചേഞ്ചസ് ഫ്രം ട്രയൽ ടു ട്രയൽ, ഓരോ ട്രയലിലും അത് മാറ്റം വരും. ഇപ്പോൾ നമ്മളിനി മൂന്നാമത്തെ ഒരു ബോളും കൂടി എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ബോൾ റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ മൂന്നാമത്തിൽ വ്യത്യാസം ഉണ്ടാവും. ടോട്ടൽ 28 ഉണ്ടാവുള്ളൂ. റെഡ് ബോളാണ് ആദ്യത്തിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് 8/28 ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ആദ്യം കിട്ടിയത് വൈറ്റോ ബ്ലാക്കോ ആണെങ്കിൽ അപ്പോഴും പ്രോബിലിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ട്രയൽ ടു ട്രയൽ എന്തുണ്ട്? ട്രയൽ ടു ട്രയൽ നമ്മളുടെ പ്രോബിലിറ്റി വ്യത്യാസം ഉണ്ടാവുന്ന ടൈപ്പിനാണ് നമ്മൾ എന്ത് പറയുക? ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ കൺസിസ്റ്റ്സ് ഓഫ് 2 പോസിബിൾ ഔട്ട്കംസ്, സക്സസ് ആൻഡ് ഫെയിലിയർ. ടു അപ്ലൈ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ the user should be aware of the population size. യൂസർക്ക് എപ്പോഴും എന്തായിരിക്കണം? പോപ്പുലേഷൻ്റെ സൈസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ 30 ബോൾസ് എന്ന് പറഞ്ഞില്ലേ, ആ സൈസ് നമുക്ക് നിർബന്ധമായിട്ടും അറിയണം, അല്ലാതെ നമുക്ക് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് പ്രപ്പോർഷൻ ഓഫ് സക്സസ്, ഇപ്പോൾ നമ്മൾ 1/3 അതിൻ്റെ പ്രപ്പോർഷൻ പറഞ്ഞില്ലേ, 10/30 എന്ന് പറയില്ലേ, അതും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. പ്രപ്പോർഷൻ ഓഫ് സക്സസും ഫെയിലിയറൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഇൻ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ് ഈസ് ഡൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ. സാമ്പിളിംഗ് ഈസ് ഡൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. So, information about the population is important to determine the probability of success in each successive trials, as each probability changes in each successive trial. ആ പോയിന്റ്സുകൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കുക. ഏതിൻ്റെ? ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകൾ 5 എണ്ണമാണുള്ളത്. ഒന്നാമത്തത്, there can be 2 possible outcomes for each trial. നമ്മൾ നേരത്തെ ബൈനോമിയലിൽ പറഞ്ഞതുപോലെ തന്നെ 2 പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്. ഒന്ന് സക്സസ്, രണ്ടാമത്തത് ഫെയിലിയർ. ഇനി രണ്ടാമത്തത് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസുകളാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തത് സാമ്പിളിംഗ് ഈസ് ഡൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ഇൻ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അതും നമ്മൾ പറഞ്ഞു. ഓക്കെ, പോപ്പുലേഷൻ n ഈസ് ഫിനൈറ്റ് ആൻഡ് നോൺ. പോപ്പുലേഷൻ എന്തായിരിക്കണം? നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം, അതും നമ്മൾ പറഞ്ഞു. ഇനി അഞ്ചാമത്തത് ദ നമ്പർ ഓഫ് സക്സസ് ഇൻ ദ പോപ്പുലേഷൻ ആർ ഈസ് ഓൾസോ നോൺ. നമുക്ക് നമ്പർ ഓഫ് സക്സസ് എത്രയാണെന്നുള്ളതും നമുക്ക് അറിയണം. ഓക്കെ, ഇനി നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ നോക്കുക.
ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല നോക്കുക. പി ഓഫ് എക്സ്, നമ്മൾ എത്രയാണോ നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്. പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ സി എക്സ്. നിങ്ങൾ NCR എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഏതോ ന്യൂമറിക്കൽ സ്കില്ലിലായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. കോമ്പിനേഷനും പെർമ്യൂട്ടേഷനൊക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയണ്ടാവും NCR. അത് തന്നെയാണ് ഇവിടെ NCR എന്ന് പറഞ്ഞതിന് പകരം RCX എന്ന് പറഞ്ഞത് മാത്രം. അതിൻ്റെ വേരിയബിൾസിൻ്റെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇക്വേഷൻ അത് തന്നെയാണ്, അത് കോമ്പിനേഷനാണ്. ഓക്കെ, NCR ഇൻറ്റു N മൈനസ് ആർ സി N മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ NCN. ഇതാണ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല. ഓക്കെ, കോമ്പിനേഷനൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഇക്വേഷൻ മുമ്പ് നമ്മൾ ബൈനോമിയലൊക്കെ പഠിച്ചതുപോലുള്ള കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഇക്വേഷൻ നോക്കിയിട്ട് ഇത് സോൾവ് ചെയ്യുക. ഇതാണ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക. A consumer electronic company has 24 showrooms located across India. ഇന്ത്യയിൽ 24 ഷോറൂംസുകളാണ് ഉള്ളത്. ഔട്ട് ഓഫ് ദീസ് 24 ഷോറൂംസ്, ഈ 24 ഷോറൂമുകളിൽ 12 ആർ ലൊക്കേറ്റഡ് ഇൻ ഗുജറാത്ത്. 5 ഷോറൂംസ് ഗുജറാത്തിലാണ് 12 ഷോറൂമുകൾ ഉള്ളത്. ഇഫ് 5 ഷോറൂംസ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം ദ എൻറ്റയർ ലിസ്റ്റ്, നമ്മുടെ ഇന്ത്യയിൽ മൊത്തം 24 ഷോറൂം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് 5 ഷോറൂമുകൾ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 1 or more randomly selected showrooms are located in Gujarat? നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ ഒന്നോ അതിലധികമോ ഷോറൂമുകൾ ഗുജറാത്തിൽ നിന്നാവാനുള്ള സാധ്യത എന്താണ്? ഇതാണെന്ത് നമ്മളുടെ ചോദ്യം. ഇപ്പം മനസ്സിലായോ? ആകെ 24 ഷോറൂമുകളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. അതിൽ 12 ഗുജറാത്തിലാണ്. നമ്മൾ ആ 24 ലിസ്റ്റിൽ നിന്ന് റാൻഡമായിട്ട് കണ്ണ് ചിമ്പിയിട്ട് എന്ത് ചെയ്യുന്നു? 5 ഷോറൂമുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ 5 ഷോറൂമുകളിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അതിൽ താഴെയോ എന്ന് പറയാം. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ ഷോറൂമുകൾ ഗുജറാത്തിൽ നിന്നായിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ, റീപ്ലേസ്മെൻറ്റ് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? ഇത് ബൈനോമിയൽ വെച്ച് ചെയ്താൽ മതിയോ പോയിസോൺ വെച്ച് ചെയ്യണോ എന്നുള്ളത് മനസ്സിലായോ? അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളോട് ചൂസ് ചെയ്യണത് ഷോറൂമുകൾ നമ്മൾ 5 സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഷോറൂം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റീപ്ലേസ് ചെയ്യൂലല്ലോ. ബോൾസൊക്കെ റീപ്ലേസ് ചെയ്യണത് പോലെ നമ്മളത് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ട് രണ്ടാമതൊരു ടെസ്റ്റ് നടത്തൂലല്ലോ. ആ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമ്മൾ 24 ലിസ്റ്റിൽ നിന്ന് 5 ഷോറൂമുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഷോറൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് എന്ത് ചെയ്യൂല? റീപ്ലേസ് ചെയ്യൂല. അപ്പം നോക്കുക, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് 12 നമ്മൾ 5 ചൂസ് ചെയ്യുമ്പോൾ ഓരോന്ന് റീപ്ലേസ് ചെയ്യൂല എന്നുള്ളതിൻ്റെ അസംഷനിലായിരിക്കണം പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അത് ബോൾസൊന്നും പോലെ അല്ലല്ലോ. അപ്പോൾ ബോൾസൊക്കെ ആണെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യുമെന്ന് പറയും. ഇനി നോക്കുക, പ്രോബ്ലം ആൻസർ എങ്ങനെ ചെയ്തത് നോക്കുക. നമ്മൾ 5 അതിൽ താഴെയോ അല്ലെങ്കിൽ 1 അതിൽ കൂടുതലോ ആണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് നമ്മുടെ N എത്രയാണെന്ന് അറിയാം. എത്രയാണ് നമ്മളുടെ N? നമ്മളുടെ N ടോട്ടൽ 24 ഷോറൂമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ N ഷുഡ് ബി 24. ഓക്കെ, നമുക്ക് ആദ്യം ഇക്വേഷനിൽ വേണ്ടത് എന്തായിരുന്നു? ഇക്വേഷനിൽ വേണ്ടത് നമുക്ക് എന്തൊക്കെ വേണം? R വേണം, അതുപോലെ ക്യാപിറ്റൽ N വേണം, പിന്നെ സ്മോൾ n വേണം, പിന്നെ അതുപോലെ വേറെന്താ വേണ്ടത്? എക്സും വേണം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ടത്. ഓക്കെ, അതിൽ 6 എന്ന് പറയുന്നത് നമ്മൾ എത്ര എണ്ണമാണ് നമ്മൾ സക്സസ് ആയിട്ട് വിചാരിക്കണത് അതാണല്ലോ. ഓക്കെ, അപ്പോൾ 6 എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് 5 എണ്ണമല്ലേ നമ്മൾ ചൂസ് ചെയ്യണത്? 5 എണ്ണമാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ അതാണ് നമ്മുടെ 6 എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോന്നും 1 മുതൽ 5 വരെ ഉണ്ടാവും. 1, 2, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ P(1), P(2), P(3), P(4), P(5). അതിന് ഓരോന്നിൻ്റെയും നമ്മൾ വെവ്വേറെ എക്സ് എന്നാണ് പറയാം. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എന്നും സ്മോൾ എന്നും. ക്യാപിറ്റൽ N 24 ആണ്, നമുക്ക് മനസ്സിലായി.
പിന്നെ സ്മോൾ എൻ എന്ന് പറയുന്നത് അതിൽ നമുക്ക് നോക്കുന്നത് എത്ര എണ്ണം ഗുജറാത്തിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഗുജറാത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ ടോട്ടലാണ് നമ്മുടെ സ്മോൾ എൻ. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു ബോക്സിൽ 20 റെഡ് ബോളും 10 ബ്ലാക്ക് ബോളും ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ബോൾ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അത് ബ്ലാക്ക് ആയിരിക്കാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്ലാക്ക് 10, ഞാൻ വിരലുകൊണ്ട് എഴുതുന്നതുകൊണ്ട് അതാണ് ക്ലിയർ ഇല്ലാത്തത്. ബ്ലാക്ക് 10 ബോൾ, റെഡ് ബോൾ 20. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബോക്സിലുള്ളത്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു ബോൾ എടുക്കാൻ തീരുമാനിച്ചു. അത് ബ്ലാക്ക് ആയിരിക്കാനുള്ള സാധ്യത ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് 10/30 എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എൻ എത്രയാണ്? ക്യാപിറ്റൽ എൻ ഈക്വൽ ടു 30. സ്മോൾ എൻ നിങ്ങൾ നോക്കുന്നത് ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത ആയതുകൊണ്ട് ബ്ലാക്കിൻ്റെ എണ്ണമാണ്. ബ്ലാക്കിൻ്റെ എണ്ണം 10 ആണല്ലോ, അതാണ് സ്മോൾ എൻ 10 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10/30 എന്ന് കിട്ടിയത്. ക്ലിയർ ആയോ? അതുപോലെ ഇവിടെ ഗുജറാത്തിൽ നിന്നുള്ളത് കിട്ടാനുള്ള സാധ്യത നോക്കുന്നതുകൊണ്ട് നമ്പർ ഓഫ് ഷോറൂംസിന് ഗുജറാത്ത് എന്നുള്ളതാണ് എന്ത്? സ്മോൾ എൻ. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം? ഒന്നോ അതിൽ കൂടുതലോ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 എന്നുള്ള അഞ്ചും വേണം. ഒന്നോ അതിൽ കൂടുതലോ എന്ന് പറയാം. അപ്പോൾ അതിൽ 0 ഇല്ല. 0 അതിൽ കൂടുതലെങ്കിൽ 5 വരെ അല്ലെങ്കിൽ 5-ന് താഴെ എന്നൊക്കെ പറയുകയാണെങ്കിൽ 0 കൂടെ ഉൾപ്പെടുത്തണം. ഇവിടെ പക്ഷെ നമ്മളോട് 0 ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ? നമ്മോട് ചോദ്യം പ്രോബിലിറ്റി ദാറ്റ് 1 or more എന്ന്. അപ്പം മിനിമം 1 വരാൻ പാടുള്ളൂ. 1, 2, 3, 4, 5 ഈ 5 രീതിയിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനൊക്കെ കൂട്ടുക. ഓക്കെ, അപ്പം NCR എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഇക്വേഷനിൽ കൊടുത്തിട്ട് നേരെ സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യാൻ ഞാൻ പറയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയണ പ്രോബ്ലംസാണ്. ഇത് കാൽക്കുലേറ്ററിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഇതേപോലെ സോൾവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ബൈനോമിയൽ പറഞ്ഞ തന്നെയാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് എന്താക്കുക? നിങ്ങൾ പിന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഇതേ ആൻസർ വരുന്നില്ല നോക്കുക. ഞാൻ എക്സസൈസ് പ്രോബ്ലംസ് തരാം, അതും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെച്ചത് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് 3 കാറ്റഗറി ഡിസ്ട്രിബ്യൂഷൻസ് ആണുള്ളത്. 3 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്കുള്ളത്. അതിലുള്ള ഒന്നാമത്തെ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രീറ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തത് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ സോൾവ് ചെയ്തു, അതിൻ്റെ പ്രോബ്ലംസ് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് അത് 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഏത് സാഹചര്യത്തിലാണ് ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻസും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു.